ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് വീട്ടിൽ തന്നെ നമുക്ക് ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇത് കുറേ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ 10 ലിറ്ററിൻ്റെ ഒരു കിറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മുടെ വീടിനടുത്തൊക്കെയുള്ള ഈ കെമിക്കൽ ഷോപ്പുകളിൽ കിട്ടും ഇതിൻ്റെ കിറ്റ്. അത് കിറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇച്ചിരി മെനക്കെടണമെന്നേ ഉള്ളൂ. ഇത് കാസ്റ്റിക് സോഡ, അതിനകത്ത് സ്ലറി ഉണ്ട്, പിന്നെ സ്മെല്ല്, കളറ്, പിന്നെ സോഡിയം സൾഫേറ്റ്. ഇതിനകത്ത് ഇത്ര സാധനമാണ് ഇതിനകത്തുള്ളത്. ഇതെല്ലാം നമുക്ക് ലയിപ്പിക്കണം. അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കുട്ടികളുള്ള സ്ഥലങ്ങളിലൊന്നും വെക്കരുത്. പിന്നെ ഇത് പുറത്ത് ഒക്കെ വെച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നുണ്ട്, ഇത് പുറത്താണ് ഞാൻ വെച്ച് എടുത്തിരിക്കുന്നത്. ഇത് കാസ്റ്റിക് സോഡയാണ്. ഞാൻ 10 ലിറ്റർ ആയതുകൊണ്ട് 750 ml മാത്രമേ ഇതിനകത്ത് സ്ലറി ഉള്ളൂ. അതുകൊണ്ട് 900-250 ml വെള്ളമാണ് എടുത്തിട്ട് 9 ലിറ്റർ 250 മില്ലി വെള്ളവും കൂടെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നമ്മളതിനകത്തിട്ട് കുറേശ്ശെ ഇട്ട് ഇത് ഇളക്കി ഇത് ലയിപ്പിക്കുക. അതിന് ശേഷം ഇതിന് ചൂടാണ്. അപ്പോൾ ഇത് നമ്മൾ 6 മണിക്കൂറോളം ഇത് തണുക്കാൻ വെക്കുക. തണുത്ത ശേഷം വേണം ബാക്കിയൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി ഇതിനകത്ത് യോജിപ്പിക്കണം. തണുത്ത ശേഷം നമുക്ക് ഇതിനകത്തോട്ടും സോഡിയം സൾഫേറ്റ് ചേർത്തിട്ട് അതും ഇതിനകത്ത് നല്ലതായിട്ട് ലയിച്ചുണ്ട്. ഇത് സോഡിയം സൾഫേറ്റ് അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം നമുക്ക് ഇത് എടുക്കാനായിട്ട്. അപ്പോഴത്തേക്ക് ഇത് അതും ഇട്ട് പുറത്ത് ഇളക്കിയ ശേഷം നമുക്ക് ഇതിനകത്തോട്ട് സ്ലറി ചേർക്കണം. സ്ലറി ചേർത്തിട്ട് അതും ഇട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി എടുക്കുക. അപ്പം പയ്യെ വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ട്. അപ്പം സ്ലറിയും കൂടി ഇട്ട് ഇളക്കിയ ശേഷം നമുക്കതിനകത്തോട്ട് കളർ ചേർക്കണം. കളറും കൂടി ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കണം. നല്ലതായിട്ട് ഇളക്കി ഇതിനകത്ത് യോജിപ്പിക്കണം. സ്ലറി ചേർക്കുമ്പോഴും ഇത് നല്ല കൊഴുത്തതാണ്. അപ്പോൾ അതും നല്ലതായിട്ട് ഇളക്കി ഇതിനകത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കളറ് ചേർത്തിട്ട് പയ്യെ ഇളക്കി ചേർക്കുമ്പോൾ അപ്പം തന്നെ പത വന്ന് തുടങ്ങി. അപ്പം അതിന് കളറും ചേർത്തിട്ട് പിന്നെ സ്മെല്ലും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ആദ്യം വലിയ കൊഴുപ്പ് കാണത്തില്ല. കുറച്ചുകൂടെ ഇരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെ നല്ല കൊഴുപ്പാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ആവശ്യത്തിലധികം ഡിഷ് വാഷ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. നല്ല ഇതിനകത്ത് നല്ല കുറുകിയ ഇതാ കണ്ടോ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.